എല്ലാവർക്കും നമസ്കാരം. അമ്പലമണി ചാനലിൽ നേരത്തെ ഒരു കൃഷ്ണാനുഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രഹ്ലാദ സ്തുതി വായിച്ച് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ച ഒരു അമ്മയുടെ കൃഷ്ണാനുഭവം. ആ കൃഷ്ണാനുഭവം കേട്ടിട്ട് പ്രഹ്ലാദ സ്തുതിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് ഒരു അമ്മ അയച്ചിരുന്നു. പ്രഹ്ലാദ സ്തുതിയുടെ അർത്ഥം എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഭാഗവതാചാര്യന്മാരോടൊക്കെ ചോദിച്ചാൽ അവർ നല്ല വ്യക്തമായിട്ട് അർത്ഥം പറഞ്ഞു തരും. പ്രഹ്ലാദ സ്തുതിയെക്കുറിച്ച് അറിയുമ്പോൾ ആദ്യം നമ്മൾ പ്രഹ്ലാദൻ ആരാണ്, ആരുടെ മകനാണ് എന്ന് അറിയണം. അസുര രാജാവായ ഹിരണ്യകശിപുവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ. ഹരി വിരോധിയായിരുന്നു ഹിരണ്യകശിപു. മഹാവിഷ്ണു ഭഗവാനെ വിശ്വാസമില്ലാത്തവനായിരുന്നു ഹിരണ്യകശിപു. സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവനായിരുന്നു ആ അസുര രാജാവ്. നാരായണായ നമ എന്ന് ചൊല്ലുന്നതിന് പകരം ഹിരണ്യായ നമ എന്ന് ചൊല്ലാനാണ് ഹിരണ്യകശിപു തൻ്റെ പ്രജകളോട് പറഞ്ഞത്. അത്യാഗ്രഹിയായിരുന്നു ഹിരണ്യകശിപു. എന്നാൽ ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ തികഞ്ഞ നാരായണ ഭക്തനാണ്. കുട്ടിയായ പ്രഹ്ലാദൻ സദാസമയവും നാരായണ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ ഹിരണ്യകശിപു കോപിഷ്ഠനായി. പ്രഹ്ലാദനോട് പറയും നാരായണനെ ഭജിക്കരുത് എന്ന്. പക്ഷേ പ്രഹ്ലാദൻ സദാസമയവും നാരായണനെ ഭജിച്ചുകൊണ്ടേയിരുന്നു. പിതാവ് പ്രഹ്ലാദനെ ശുക്ലാചാര്യരുടെ അടുത്ത് പഠിക്കാൻ വിട്ടു. പക്ഷേ അവിടുത്തെ പഠനകാലത്തും പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാരോട് എപ്പോഴും ഭഗവാൻ ശ്രീഹരിയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. മകന്റെ നാരായണ ഭക്തിയിൽ കോപിഷ്ഠനായ ഹിരണ്യകശിപു ഹിരണ്യായ നമ എന്ന് ചൊല്ലാനായി പറയുമ്പോൾ പ്രഹ്ലാദൻ നാരായണായ നമ എന്ന് ചൊല്ലും. അപ്പോൾ ദേഷ്യം തോന്നി അവനെ പഠിപ്പിച്ച ഗുരുക്കളെ എല്ലാവരെയും വിളിച്ചു. അവർ പറയും അവര് നാരായണായ നമ എന്ന് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഹിരണ്യകശിപുവിന് കൂടുതൽ ദേഷ്യമായി. വീണ്ടും ഹിരണ്യായ നമ എന്ന് ചൊല്ലാൻ പറയുമ്പോൾ കുഞ്ഞ് ചൊല്ലുന്നത് നാരായണായ നമ എന്നാണ്. അപ്പോൾ പിതാവിന് ദേഷ്യം കൂടും. അപ്പോൾ കോപിഷ്ഠനായ ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു, എവിടെ നിന്റെ ഭഗവാൻ? എന്നിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ നിന്റെ ഭഗവാന് സാധ്യമാകുമോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ഭഗവാൻ വന്ന് എന്നിൽ നിന്നും നിന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ പ്രഹ്ലാദൻ പറയും, എന്റെ ഭഗവാൻ തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട്. അപ്പോൾ ആ കൊട്ടാരത്തിലെ ഒരു വലിയ തൂണ് ചൂണ്ടിക്കാട്ടിയിട്ട് ഹിരണ്യകശിപു ചോദിക്കും, ഈ തൂണിൽ നിന്റെ ഭഗവാനുണ്ടോ? അപ്പോൾ പ്രഹ്ലാദൻ സന്തോഷത്തോടുകൂടി പറയും, ഉണ്ട്, ഈ തൂണിൽ എൻ്റെ ഭഗവാനുണ്ട്. തൂണിലും തുരുമ്പിലും എല്ലായിടവും എൻ്റെ നാരായണനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്റെ നാരായണൻ വന്ന് നിന്നെ രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ കൽത്തൂണില് ഹിരണ്യകശിപു ഗദ കൊണ്ട് ആഞ്ഞടിക്കും. അപ്പോൾ ആ തൂണ് പിളർന്ന് നരസിംഹമൂർത്തി അവതരിക്കും. തൻ്റെ കുഞ്ഞു ഭക്തനുണ്ടായ ദുഃഖം കണ്ട് ദേഷ്യം കൊണ്ട് അലറി വിളിച്ച് നരസിംഹമൂർത്തി ആ തൂണിൽ നിന്നും പുറത്തേക്ക് വരും. കോപിഷ്ഠനായി അലറി വിളിക്കുന്ന നരസിംഹമൂർത്തിയെ കണ്ട് എല്ലാവരും ഭയന്ന് വിറച്ചുപോയി. ഭഗവാന്റെ അട്ടഹാസം കേട്ട് 3 ലോകങ്ങളും നടുങ്ങി. അങ്ങനെയുള്ള നരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ കുഞ്ഞു പ്രഹ്ലാദൻ സ്തുതിക്കുന്നതാണ് പ്രഹ്ലാദ സ്തുതി. പ്രഹ്ലാദ സ്തുതിയുടെ അർത്ഥം ഇപ്രകാരമാണ്. കുഞ്ഞു പ്രഹ്ലാദൻ, ഹിരണ്യകശിപുവിൻ്റെ മകനായ കുഞ്ഞു പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. സത്യസന്ധതയുടെ ഇരിപ്പിടമായ എൻ്റെ ഭഗവാനെ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ആത്മശക്തിയുടെ പ്രതീകമായ എൻ്റെ ഭഗവാനെ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ശത്രു സംഹാര ശക്തിയുടെ ഇരിപ്പിടമായ ഭഗവാനെ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് പീതാറുന്ന കണ്ണുകളോടുകൂടിയ രൂപമാണ്. നീണ്ട നാവ്, നാവൊക്കെ ഇങ്ങനെ പുറത്തിട്ടിരിക്കുകയാണ്, നീണ്ട നാവ്. 8 കൈകൾ, ആ കൈകളിലൊക്കെ ഇങ്ങനെ നഖങ്ങൾ ഇങ്ങനെ കൂർത്ത് വളർന്നിരിക്കുകയാണ്. 8
കൈകളും നഖങ്ങളും പല്ലുകളും, പിന്നെയോ ജടാധാരിയാണ് ഭഗവാൻ. അല്ലയോ ഭഗവാനെ, തീക്കണ്ണുകൊണ്ടുള്ള നോട്ടത്താൽ ശോഭിക്കുന്നവനായ അഗ്നിമയനായ ഭഗവാനെ, മഹത്വമാർന്ന സ്വരൂപത്തോടു കൂടിയവനെ, ലോകൈകനാഥനെ, അങ്ങേ ഞാൻ വണങ്ങുന്നു. കൊച്ചു കുഞ്ഞായ പ്രഹ്ലാദനാണ് ഭഗവാനെ ശാന്തനാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്തുതിക്കുന്നത്. കുഞ്ഞാണ്, അതാണ് ഭഗവാന് ഇത്രയും ദേഷ്യം കൂടാൻ കാരണം. ഹിരണ്യകശിപുവിനോട് ഇത്രയും ക്രോധം ഭഗവാൻ ഉണ്ടായതിൻ്റെ കാരണം അതാണ്. ഇത്രയും കുഞ്ഞു ഭക്തനായിട്ടുള്ള ഈ കുഞ്ഞു പ്രഹ്ലാദനോടാണ് ഹിരണ്യകശിപു ഇത്രയും ക്രൂരമായി പെരുമാറിയത്. തൻ്റെ ഭക്തരോട് ആരെങ്കിലും ക്രൂരമായി പെരുമാറിയാൽ ഭഗവാന്റെ ദേഷ്യം, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഭഗവാൻ ഇങ്ങനെ അതിഭീകരമായിട്ട് അട്ടഹസിക്കുകയാണ്. 3 ലോകങ്ങളും അത് കേട്ട് ഭയന്നു വിറച്ചു. ഭഗവാന്റെ ആ അതിഭയങ്കരമായ രൂപമാണ് വിസ്താരമുള്ള മാറിടം, കാഠിന്യം കൊണ്ട് ഭയങ്കരമായ മാറിടം, തുട, കാൽമുട്ട്, കണങ്കാല്, പാദങ്ങൾ ഇവയോട് കൂടിയവൻ. അതിഭീകര രൂപത്തിൽ, നരസിംഹ രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിരണ്യകശിപു പറയുകയാണ്, ഭഗവാനെ, അങ്ങ് ദയയുടെ ഇരിപ്പിടമാണ്. എനിക്കറിയാം എൻ്റെ ഭഗവാൻ ദയയുടെ ഇരിപ്പിടമാണെന്ന്, പാപനാശനനാണെന്ന്. അങ്ങനെയുള്ള നിന്റെ തിരുവടിയെ ഞാൻ എപ്പോഴും എന്നും സ്മരിക്കുന്നു ഭഗവാനെ. കൽപ്പാന്ത പ്രളയകാലത്ത് സകല ചരാചരങ്ങളും പ്രപഞ്ചവും പ്രളയജലം കൊണ്ട് മുങ്ങും. അനേകമനേകം നീർത്തുള്ളികൾ ചേർന്നാണ് പ്രളയസമുദ്രം രൂപം കൊള്ളുന്നത്. അതുപോലെ 14 ലോകങ്ങളും ദൈവശക്തിയുടെ അനേകമനേകം സൂക്ഷ്മ രൂപങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതാണ്. എല്ലാം മായയാണ്. ആ മായാശക്തിയെ ഞാൻ സ്മരിക്കുന്നു ഭഗവാനെ എന്ന് പ്രഹ്ലാദൻ സ്തുതിക്കുകയാണ്. എന്നിട്ട് പ്രഹ്ലാദൻ പറയുകയാണ്, സ്തുതിക്കുകയാണ്, എൻ്റെ ഭഗവാൻ ആകാശത്തിലും ഭൂമിയിലും ഒരുപോലെ പ്രകാശിക്കുന്ന തേജസ്സോടു കൂടിയവനാണ്. ബ്രഹ്മാനന്ദ സ്വരൂപനാണ് എൻ്റെ ഭഗവാൻ. ഇന്ദ്രനാൽ പൂജിക്കപ്പെടുന്നവനാണ് എൻ്റെ ഭഗവാൻ. ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്നവനാണ് എൻ്റെ വിഷ്ണു. ശിവനാൽ പൂജിക്കുന്നവനാണ് എൻ്റെ വിഷ്ണു. ലോകൈകനാഥനാണ്. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ പൂജിക്കുന്നവനാണ് എൻ്റെ ഭഗവാൻ. സർവവ്യാപിയാണ് എൻ്റെ ഭഗവാൻ. ഭഗവാനെ, നിത്യനായ നിന്റെ തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെയോ, ജനനമരണ രൂപമാകുന്ന സമുദ്രത്തിന്റെ അലകളിൽ പെട്ടുഴലുന്ന ജനങ്ങളുടെ മായാമോഹത്തെ അകറ്റുന്നവനാണ് ഭഗവാൻ. ഉപനിഷത് ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് എൻ്റെ മഹാവിഷ്ണു. ബ്രഹ്മാവിനാൽ സേവിക്കപ്പെടുന്നവനാണ് എൻ്റെ ഭഗവാൻ. ജന്മമില്ലാത്തവനാണ്, ആദികാരണനാണ്. വിഷ്ണു എന്ന നാമത്തോടു കൂടിയവനാണ് എൻ്റെ ഭഗവാൻ. ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയുടെ പ്രിയതമനാണ് എൻ്റെ ഭഗവാൻ. മത്സ്യരൂപിയാണ് എൻ്റെ ഭഗവാൻ. അസുരന്മാരെ വധിക്കുന്നവനാണ് എൻ്റെ ഭഗവാൻ. പല പേരുകളിൽ അറിയപ്പെടുന്നവനാണ്. അച്യുതനെന്നും കേശവനെന്നും നാരായണനെന്നും എല്ലാം അറിയപ്പെടുന്നവനാണ് എൻ്റെ ഭഗവാൻ. പല പല അവതാരങ്ങളെടുത്തവനാണ് എൻ്റെ ഭഗവാൻ. പാൽക്കടൽ മധ്യത്തിൽ വസിക്കുന്നവനാണ് എൻ്റെ ഭഗവാൻ. ആനന്ദ സ്വരൂപിയാണ് എൻ്റെ ഭഗവാൻ. നിസ്സംഗനാണ് എൻ്റെ ഭഗവാൻ. അറിവാകുന്ന രൂപത്തോടു കൂടിയവനാണ് എൻ്റെ ഭഗവാൻ. മായാമോഹത്തെ അകറ്റുന്നവനാണ് എൻ്റെ ഭഗവാൻ. ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ആമ, പന്നി മുതലായ വേഷങ്ങൾ കൈക്കൊണ്ടവനാണ് എൻ്റെ ഭഗവാൻ. മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങിയ അവതാരങ്ങളൊക്കെ എടുത്തവനാണ് എൻ്റെ ഭഗവാൻ. ഭക്തർക്ക് ഇഷ്ടവരം നൽകുന്നവനാണ്. ഭക്തവത്സലനാണ് എൻ്റെ ഭഗവാൻ. കായാമ്പു വർണ്ണത്തോടു കൂടിയവനാണ് എൻ്റെ ഭഗവാൻ. എൻ്റെ ഭഗവാന് താമര കണ്ണുകളാണ്. മായാരൂപനാണ് എൻ്റെ ഭഗവാൻ. മധുകൈടഭന്മാരെ വധിച്ചവനാണ് എൻ്റെ ഭഗവാൻ. എൻ്റെ പിതാവായ ഹിരണ്യകശിപുവിനെ വധിക്കാൻ നരസിംഹരൂപം എടുത്തവനാണ് എൻ്റെ ഭഗവാൻ. മോക്ഷദായകനാണ് എൻ്റെ മഹാവിഷ്ണു. കൽപ്പാന്തകാലത്തിൽ ജലശായിയായും സൃഷ്ടികാലത്തിൽ ജന്തുക്കളുടെ ഉള്ളിൽ ജീവാത്മാവായും വിളങ്ങുന്നവനാണ് എൻ്റെ ഭഗവാൻ. സർവലോകങ്ങൾക്കും അടിസ്ഥാനമായവനാണ് എൻ്റെ ഭഗവാൻ. യതീശ്വരന്മാർക്ക് വേദാന്തമൂർത്തിയാണ്. പരമാത്മ ചൈതന്യമേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേ ഞാൻ വണങ്ങുന്നു.
എന്റെ ഭഗവാൻ ശ്രീപത്മനാഭനാണ്. പത്മനാഭനായി അനന്തനിൽ ശയിക്കുന്നവനാണ് എൻ്റെ ഭഗവാൻ. ജ്ഞാനസ്വരൂപിയാണ് എൻ്റെ ഭഗവാൻ. അങ്ങയുടെ ചരണപങ്കജങ്ങളെ സേവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനേ. എന്നിട്ട് കുഞ്ഞു പ്രഹ്ലാദൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്, ഭഗവാനെ, അങ്ങയുടെ ഈ നരസിംഹ രൂപം മാറ്റി അങ്ങൊന്ന് ശാന്തനാകൂ ഭഗവാനെ. അങ്ങനെ കാത്തുകൊള്ളണമേ. പരമാത്മാവായ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. സർവലോകനാഥനാണ് എൻ്റെ ഭഗവാൻ. സർവജന്തുക്കളുടെയും ആത്മാവാണ് എൻ്റെ ഭഗവാൻ. ജലത്തിൽ വസിക്കുന്നവനാണ് എൻ്റെ ഭഗവാൻ. ചെന്താമരക്കണ്ണനാണ് എൻ്റെ ഭഗവാൻ. ശ്രീപത്മനാഭനാണ് എൻ്റെ ഭഗവാൻ. എൻ്റെ ഭഗവാൻ വിജയിച്ചാലും സർവവ്യാപിയാണങ്ങ്, ലോകരക്ഷകനാണങ്ങ്, ഇന്ദ്രാദികളാൽ സേവിക്കപ്പെടുന്നവനാണങ്ങ്, അനന്തനാകുന്ന മെത്തയിൽ ശയിക്കുന്നവനാണങ്ങ്, ശിവനാൽ വന്ദിക്കപ്പെടുന്നവനാണങ്ങ്, സകല ചരാചരങ്ങളുടെയും ആചാര്യനാണങ്ങ്. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഭഗവാനെ. അങ്ങ് വിജയിച്ചാലും താപസന്മാരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നവനാണങ്ങ്. സന്താപനാശനനാണ്. എല്ലാ ലോകങ്ങൾക്കും അധീശനാണ് എൻ്റെ ഭഗവാൻ. അസുരന്മാരുടെ ശത്രുവാണ് എൻ്റെ ഭഗവാൻ. അഭീഷ്ടദായകനാണ് എൻ്റെ ഭഗവാൻ. പുരുഷോത്തമനാണ് എൻ്റെ ഭഗവാൻ. ലക്ഷ്മി വല്ലഭനാണ് എൻ്റെ ഭഗവാൻ. അങ്ങ് വിജയിച്ചാലും ഭഗവാനെ, പൂർണേന്ദുവദനനായ സുന്ദര സ്വരൂപനായ എൻ്റെ ഭഗവാനെ, അങ്ങേ ഞാൻ പ്രണമിക്കുന്നു. 3 ലോകങ്ങളുടെയും ആധാരഭൂതനാണ് എൻ്റെ ഭഗവാൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ നിന്റെ മായാശക്തിയിൽ നിന്നും ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർ 3 പേരും നീ തന്നെയാകുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറയുന്നതെല്ലാം ഭഗവാൻ തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നത് ഭഗവാൻ ഒരാൾ തന്നെയാണ്. 3 മൂർത്തികളും ഏകരൂപത്തിൽ വിളങ്ങുന്ന നിന്നെ യഥാർത്ഥ ഭാവത്തിൽ അറിയുവാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ഭഗവാനെ. 3 മൂർത്തികളും അങ്ങ് തന്നെയാണ്. അങ്ങ് ഹയഗ്രീവിനെ കൊല്ലുവാൻ മത്സ്യാവതാരമെടുത്തു. പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതം കെട്ടഴിഞ്ഞ് പാൽക്കടലിലേക്ക് താഴ്ന്നപ്പോൾ അത് ഉയർത്തുവാൻ അങ്ങ് കൂർമ്മമായി അവതരിച്ചു. ഭൂമിയെയും കൊണ്ട് ഹിരണ്യാക്ഷൻ പാതാളത്തിൽ പോയപ്പോൾ അങ്ങ് പന്നിയായി അവതരിച്ച് ഭൂമിയെ തന്റെ തേറ്റമേൽ വച്ചുയർത്തി യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. ഇന്ന് നിരീശ്വരവാദിയായ എന്റെ പിതാവ് ഹിരണ്യകശിപുവിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അങ്ങ് നരസിംഹ അവതാരം എടുത്തിരിക്കുന്നു. ആശ്രിത വത്സലനാണ് എൻ്റെ ഭഗവാൻ. ഓരോ കാലത്തും ഇപ്രകാരം ഓരോരോ ആപത്തുകൾ തീർക്കാൻ വേണ്ടി അങ്ങ് ഓരോരോ അവതാരങ്ങളെടുത്ത് ഈ ലോകത്തിന്റെ രക്ഷകനായി മാറി. ഭഗവാനെ ശ്രീപത്മനാഭ, ഭഗവാനെ മഹാവിഷ്ണു ഭഗവാനെ, അങ്ങയുടെ ആ പാദപത്മങ്ങൾ എന്നും എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടാകണമേ. മംഗളസ്വരൂപനായ ഭഗവാനെ, അങ്ങേക്കെൻ്റെ നമസ്കാരം. ശാർഗമെന്ന വിശ്വവിജയിയായ വില്ല് കയ്യിൽ ധരിക്കുന്നവനെ, അങ്ങേക്കെൻ്റെ നമസ്കാരം. ജ്ഞാനസ്വരൂപനായ ഭഗവാനെ, അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. സത്യസ്വരൂപനായ ഭഗവാനെ, അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. ദരിദ്രരുടെ സമ്പത്താണ് എൻ്റെ ഭഗവാൻ. വേദാന്ത തത്വം കൊണ്ട് അറിയപ്പെടാൻ യോഗ്യനാണ് എൻ്റെ ഭഗവാൻ. സർവവ്യാപിയാണ് എൻ്റെ ഭഗവാൻ. എന്നും ഇവിടെ സ്ഥിരമായി നിലനിൽക്കുന്നവനാണ് എൻ്റെ ഭഗവാൻ. വേദസ്വരൂപിയാണ് എൻ്റെ ഭഗവാൻ. അങ്ങനെയുള്ള എൻ്റെ മഹാവിഷ്ണു ഭഗവാനെ, അങ്ങേ ഞാൻ എല്ലായ്പ്പോഴും നമസ്കരിക്കുന്നു, അങ്ങേ ഞാൻ നമിക്കുന്നു. അങ്ങനെ പറഞ്ഞ് കുഞ്ഞു പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയായ ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഇതാണ് പ്രഹ്ലാദസ്തുതി.